തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സേവന മേഖലയ്ക്കും ഉൽപ്പാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ ബജറ്റ് അവതരണം നടത്തി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളും ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ അണ്ടലൂർ ക്ഷേത്രവും ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജും ബ്ലോക്ക് പരിധിയിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചതും പരസ്യ പ്രവർത്തനം ആരംഭിച്ച 1939 സമ്മേളനം നടന്ന പാറപ്പുറം ദേശവും തലശ്ശേരി ബ്ലോക്കിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. 99.03 ചതുരശ്ര കിലോമീറ്ററിലായി പരന്നുകിടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ 29.05 ചതുരശ്ര കിലോമീറ്റർ കൃഷിയോഗ്യമാണ്. ഒരു ADA ഉൾപ്പെടെ 7 കൃഷി ഓഫീസുകൾ ബ്ലോക്ക് പരിധിയിലുണ്ട്. നെല്ല്, ഉഴുന്ന്, ചെറുപയർ, മമ്പയർ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കുരുമുളക്, അടക്ക, തേങ്ങ എന്നിവയാണ് പ്രധാന കൃഷികൾ. പച്ചക്കറി കൃഷിയിൽ അടുത്ത കാലത്തായി സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. മാത്രമല്ല, തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാനുള്ള തീവ്ര ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. പച്ചക്കറിയിലും പാലിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം ചെറുധാന്യ കൃഷിയും കരനെൽ കൃഷിയും വ്യാപിപ്പിക്കാനും പുതുതായി സംരംഭങ്ങൾ ആരംഭിച്ച് തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരുന്നതിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും മാലിന്യമുക്ത നവകേരള നിർമ്മിതിക്കും ഉതകുന്നതും സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായതുമായ ബജറ്റിനാണ് രൂപം നൽകിയിട്ടുള്ളത്. അഭിഷേക് കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് K ഗീത, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവീന്ദ്രൻ, മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സജിത, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്തു, രമേശൻ, മുരിക്കോളി പവിത്രൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അടുത്ത വർഷം ഓണത്തിന് ഒരുവട്ടിപ്പൂവ്, അഞ്ചരക്കണ്ടി, വേങ്ങാട് പഞ്ചായത്തുകളിൽ കുളം നിർമ്മാണത്തിന് 41 ലക്ഷം രൂപയും, മുഴപ്പിലങ്ങാട്, എരഞ്ഞോളി, ന്യൂമാഹിയിൽ അങ്കണവാടി കെട്ടിടം നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയും, വയോജന കേന്ദ്ര നിർമ്മാണത്തിന് 16 ലക്ഷം രൂപയും, ഫുട്പാത്തുകൾക്കും റോഡുകൾക്കും 51 ലക്ഷവും, ഭവന നിർമ്മാണത്തിന് 1 കോടി രൂപയും, ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം, ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് ഇലക്ട്രിക് വീൽചെയറുകൾ, സ്ത്രീകൾക്ക് ഉൽപ്പാദന യൂണിറ്റ് 48 ലക്ഷം രൂപയും, വേങ്ങാട്, ധർമ്മടം പഞ്ചായത്തുകളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾക്കായി തുക നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.